എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 1000 രൂപയ്ക്കുള്ളിൽ നമ്മളൊരു വയേർഡ് ഇയർഫോൺ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റിംഗോട് കൂടിയിട്ട് തന്നെ കാണാൻ സാധിക്കുന്ന രണ്ട് വയേർഡ് ഇയർഫോണുകളിൽ ഒന്നാണ് റിയൽമി ബഡ്സ് 2, അതുപോലെ തന്നെ MI ഡ്യുവൽ ഡ്രൈവർ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് MI ഡ്യുവൽ ഡ്രൈവർ ആണോ അല്ല റിയൽമി ബഡ്സ് 2 വാങ്ങിച്ചാലാണോ നമുക്ക് വർത്ത് ബൈങ് ആകുക. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് വടക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു കമ്പാരിസണിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആദ്യം തന്നെ പറയാനുള്ളത്, ഈ ഒരു വീഡിയോയിൽ പൂർണ്ണമായും ഞാൻ പറയുന്നത് ഈ രണ്ട് പ്രോഡക്റ്റുകളെ കുറിച്ച് പറയുന്നതും എൻ്റെ അനുഭവത്തിലാണ്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് എന്താണോ ഫീൽ ചെയ്തത് അത് അങ്ങനെ അങ്ങ് പറയുവാണ്. അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും രണ്ടും തന്നെ ഞാൻ സ്വന്തമായിട്ട് കാശ് കൊടുത്ത് വാങ്ങിച്ച പ്രോഡക്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ എന്താ പറയുക ഡീപ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യവുമില്ല, പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യവുമില്ല. പിന്നെ വീഡിയോയ്ക്ക് ലെങ്ത് കൂടുതലാണെന്ന് ഫീൽ ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ടും ടൈം സ്റ്റാമ്പ് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് പോകാം. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താണോ ആ ഒരു കണ്ടന്റ് അതിലേക്ക് പോവുക, അതല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ ക്ലോസ് ചെയ്തിട്ട് പോവുക. ഇത് രണ്ടും മാത്രമേ ആ ഒരു റെമഡി ആയിട്ട് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ രണ്ട് പ്രോഡക്റ്റുകൾ ബേസിക്കലി ഒന്ന് നോക്കുവാണെങ്കിൽ 599 രൂപയാണ് ഈ റിയൽമി ബഡ്സ് 2ന്റെ വില. എന്നാൽ 799 രൂപയാണ് MI ഡ്യുവൽ ഡ്രൈവറിന്റെ വില. ഓഫർ സമയങ്ങളിൽ റിയൽമി ബഡ്സ് 2 499 വരും. അതേപോലെ തന്നെ MI ഡ്യുവൽ ഡ്രൈവർ 599 വരും. ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമുക്ക് റിയൽമി ബഡ്സ് 2 ഓഫറിൽ എന്തും തന്നെ കാണുന്നില്ല. എപ്പോഴും ഈ ഒരു 599 രൂപ തന്നെയാണ്. ബ്ലാക്ക്, ഗ്രീൻ, ഓറഞ്ച് എന്നിങ്ങനെ 3 കളേഴ്സിൽ റിയൽമി ബഡ്സ് 2 ലഭ്യമാകുമ്പോൾ ബ്ലാക്ക്, ബ്ലൂ എന്നിങ്ങനെ 2 കളേഴ്സിൽ MI ഡ്യുവൽ ഡ്രൈവർ ലഭ്യമാകുന്നു. എൻ്റെ കയ്യിലിരിക്കുന്നത് ബ്ലൂ കളറാണ്. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ഡ്രൈവേഴ്സിന്റെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ആ ഒരു ബ്ലൂ കാണുന്നത്, ബാക്കി എല്ലാം തന്നെ ബ്ലാക്ക് ആണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് വാങ്ങിച്ചാലും ബ്ലൂ വാങ്ങിച്ചാലും ഇതെല്ലാം തന്നെ ഒരേപോലെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഫിസിക്കലി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ 3.5 mm എന്താ പറയുക ഒരു സിൽവർ പ്ലേറ്റഡ് ജാക്കോട് കൂടിയിട്ടാണ് നമുക്ക് റിയൽമി ബഡ്സ് 2 ലഭ്യമാകുന്നത്. എന്നാൽ ഒരു 3.5 mm ഗോൾഡ് പ്ലേറ്റഡ് 90 ഡിഗ്രി ആംഗിൾഡ് ജാക്കോട് കൂടിയിട്ടാണ് MI ഡ്യുവൽ ഡ്രൈവർ ലഭ്യമാകുന്നത്. ഈ ഒരു ആംഗിൾഡ് ജാക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹൊറിസോണ്ടൽ വേയിൽ ഇതുപോലെ എന്താ പറയുക ഗെയിം ഒക്കെ കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മൂവിയൊക്കെ ഇതുപോലെ ഇരുന്ന് കാണുമ്പോഴത്തേക്ക് നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുമെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. ഇനി താഴേക്ക് വരുമ്പോഴത്തേക്ക് കാണാൻ സാധിക്കുന്ന കേബിൾസ് എല്ലാം തന്നെ ഒരു ബ്രൈഡഡ് ആണ്. അത് രണ്ടിലും അത് തന്നെയാണ്. അതുകൊണ്ട് അവിടെ അങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. കൂടാതെ ഇൻലൈൻ കൺട്രോൾ പാനൽസ് നോക്കുവാണെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് വോളിയം അപ്പും അതുപോലെ തന്നെ നടുക്കായിട്ട് MFBയും വോളിയം ഡൗൺ ബട്ടണും കൂടാതെ പിറകിൽ ഒരു മൈക്കും ഒക്കെ കാണാൻ സാധിക്കും. രണ്ടിലും ഒരേ സ്ഥലത്ത് വലതുവശത്ത് തന്നെയാണ് ഈ ഒരു ഇൻലൈൻ കൺട്രോൾ പാനൽസ്. ഇനി മുകളിലേക്ക് വരുവാണെങ്കിൽ ഡ്രൈവേഴ്സ് നോക്കുവാണെങ്കിൽ 11.2 mm ബേസ് ബൂസ്റ്റ് പ്ലസ് ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് റിയൽമി ബഡ്സ് 2 ലഭ്യമാകുന്നുവെങ്കിൽ 10 mm ആൻഡ് 8 mm ഡ്യുവൽ ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഡ്യുവൽ ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് MI ഡ്യുവൽ ഡ്രൈവർ നമുക്ക് ലഭ്യമാകുന്നത്. പേര് പോലെ തന്നെ ആ ഒരു ഡ്യുവൽ ഡ്രൈവേഴ്സ് ഇതിലുണ്ടെന്നുള്ളതാണ്. പിന്നെ ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മാഗ്നറ്റിക് കൺട്രോൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നെക്ക് ബാൻഡുകളിലാണ് പൊതുവേ ഉള്ളത്. എന്നാൽ MI ഡ്യുവൽ ഡ്രൈവറിലും അതേപോലെ തന്നെ റിയൽമി ബഡ്സിലും ആ ഒരു മാഗ്നറ്റിക് ഉണ്ട്. രണ്ടും ഒരു മാറ്റ് ഫിനിഷ്ഡ് കളറോട് കൂടിയിട്ടാണ് ഡ്രൈവേഴ്സിന്റെ ഭാഗത്തൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നത്. രണ്ടിലുമുള്ള ഡിസൈൻ ആണെങ്കിൽ പോലും പെർഫെക്റ്റ് ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ റിയൽമി ബഡ്സ് 2 ഞാൻ ഒന്ന് ചെവിയിൽ വയ്ക്കുവാണെങ്കിൽ പൊതുവേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ റിയൽമിയിൽ എപ്പോഴും പറഞ്ഞതാണ്, അല്ലെങ്കിൽ റിയൽമി ഡിസോയിലൊക്കെ തന്നെ എപ്പോഴും പറഞ്ഞ പോലെ ആ ഒരു കംഫർട്ട് എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അല്ലെങ്കിൽ കംഫർട്ടിന്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിലായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് ഈ ഒരു റിയൽമി ബഡ്സ് തന്നെയാണ്. റിയൽമിയുടെ ഏതായാലും ഡിസോയുടെ ഏതാണെങ്കിലും. ഇനി MI ഡ്യുവൽ ഡ്രൈവറിലേക്ക് വരുമ്പോഴത്തേക്ക് അതും ഓക്കെയാണ്, വലിയ എന്താ പറയുക ഡിസ്കംഫർട്ട് ഒന്നും എവിടെയും കാണുന്നില്ല. പാസീവ് നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പൊതുവെ ഈ രണ്ട് പ്രോഡക്റ്റുകളെയും കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി മൈക്ക് ക്വാളിറ്റി അതുപോലെ തന്നെ മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് MI ഡ്യുവൽ ഡ്രൈവറിൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. നോർമലി ഞാൻ സംസാരിക്കുവാണ് എന്ത് തോന്നുന്നു ഈ ഒരു മൈക്ക് ക്വാളിറ്റി പൊതുവെ വയേർഡ് ഇയർഫോൺ ആയതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റിയൽമി ബഡ്സ് 2ൽ നിന്നും ലഭ്യമാകുന്ന മൈക്ക് ക്വാളിറ്റിയാണ്. ഞാൻ നോർമലി സംസാരിക്കുവാണ്, എന്താ പറയുക ഫാൻ അത്യാവശ്യം നല്ല സൗണ്ടോട് കൂടിയിട്ട് കറങ്ങിക്കൊണ്ടിരിപ്പുണ്ട്. MI ഡ്യുവൽ ഡ്രൈവറിന്റെ ക്വാളിറ്റി ഉണ്ടോ അതല്ല അതിനേക്കാളും കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ടോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എന്തായാലും അത് വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ എന്തായാലും മൈക്ക് ക്വാളിറ്റി ഈ രണ്ട് പ്രോഡക്റ്റുകളുടെയും നിങ്ങൾ തന്നെ കേട്ട് കഴിഞ്ഞു. ഏതാണ് ബെറ്റർ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാന്നുള്ളതാണ്. ഇനി മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ ആദ്യം MI ഡ്യുവൽ ഡ്രൈവറിലേക്ക് വരുവാണെങ്കിൽ ബേസ് ലവേഴ്സിന് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന രീതിക്ക്
രീതിക്ക് തന്നെയാണ് MI ഡ്യുവൽ ഡ്രൈവറിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന ആ ഒരു മ്യൂസിക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ബേസ് കുറച്ച് ഡോമിനേറ്റഡ് ആണ്, കുറച്ചല്ല അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇതിൽ ബേസ് ഉണ്ട്. എനിക്ക് ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നോർമൽ നമ്മൾ വോക്കലി പോലും ഒരു ബേസ് ഒരു പെട്ടെന്ന് ഒരു അരോചകത്വം ഫീൽ ചെയ്യുന്ന പോലെ ഉള്ളൊരു ബേസ് ആണ് ഇതിൽ. അരോചകത്വം എനിക്കാണ് ഫീൽ ചെയ്തത്, ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. കൂടാതെ ഒരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ബേസ് ഗിറ്റാറിൻ്റെ ആ ഒരു ബേസ് പോലും നല്ല രീതിക്ക് ഡോമിനേറ്റഡ് ആയിട്ട് കാണിക്കുന്നുണ്ട് MI ഡ്യുവൽ ഡ്രൈവറിൽ. എന്നാൽ നമ്മുടെ റിയൽമി ബഡ്സ് 2ലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആണ്. കൂടാതെ ട്രിബിൾ കുറച്ച് ഡോമിനേറ്റഡ് ആണ്. അതേപോലെ തന്നെ ബേസ് എന്ന് പറഞ്ഞിട്ട് ഇല്ലാണ്ടില്ല, പെർഫെക്റ്റ് ഉള്ളൊരു ബേസ് ആണ്. എനിക്ക് ഈ രണ്ട് പ്രോഡക്റ്റുകളിൽ ബേസ് ഏതിനാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഉറപ്പായിട്ട് ഞാൻ പറയുന്നത് റിയൽമി ബഡ്സ് 2 തന്നെയാണ്. കാരണം വോക്കൽസ് ഒക്കെ ഒരു പ്രയോറിറ്റി കൊടുക്കുന്ന ആൾക്കാർ ഉറപ്പായിട്ടും വാങ്ങിക്കുന്നത് ഈ ഒരു റിയൽമി ബഡ്സ് 2-നായിരിക്കും. അതല്ല ബേസ് ലവർ ആണ്, ബേസ് മാത്രമാണ് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ MI ഡ്യുവൽ ഡ്രൈവറിലേക്ക് വാങ്ങാം. കാരണം കുറേ കൂട്ടുകാർ എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, ബേസ് എനിക്ക് നല്ല രീതിക്ക് തന്നെ എന്താ പറയുക ഇടി നല്ല വേണമെന്നുള്ളത്. അങ്ങനെയുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും MI ഡ്യുവൽ ഡ്രൈവറിലേക്ക് പോവുക. അതർവൈസ് റിയൽമി ബഡ്സ് 2 ആയിരിക്കും നിങ്ങൾക്ക് എന്താ പറയുക പിക്ക് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഫിസിക്കലി നമുക്ക് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് രണ്ട് പ്രോഡക്റ്റുകളിൽ ആകെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് റിയൽമി ബഡ്സ് 2 കാണുന്നത് ഈ ഒരു കേബിൾ മാനേജർ ആണ്. ഇത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യണമെന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഫിസിക്കലി നമ്മൾ നോക്കുവാണെങ്കിൽ വേറെ യാതൊരുവിധ വ്യത്യാസവും ഇവിടെ എവിടെയും തന്നെ എനിക്ക് കാണുന്നില്ല. ഡ്യൂറബിലിറ്റി ഉറപ്പായിട്ടും രണ്ടിനും ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. പിന്നെ റിയൽമി ബഡ്സ് 2 ആകുമ്പോഴത്തേക്ക് ഞാൻ 2 വർഷമായിട്ട് ഉപയോഗിക്കുകയാണ്, ഇതുവരെ അങ്ങനെ ഫിസിക്കലി ഡാമേജ് ആയിട്ടില്ല. അതുപോലെ തന്നെ ആയിരിക്കാം ഈ ഒരു MI ഡ്യുവൽ ഡ്രൈവറും. കുറേ പേര് പറഞ്ഞിട്ടുണ്ട് 2 വർഷം ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രോഡക്റ്റുകളും ഫിസിക്കലി ഒന്നും വേറെ പ്രശ്നം ഉണ്ടാവത്തില്ല. പിന്നെ മ്യൂസിക് ക്വാളിറ്റിയുടെ കാര്യം ഞാൻ ഈ പറഞ്ഞതുപോലെ ബേസ് ഡോമിനേറ്റഡ് ആണെങ്കിൽ MI ഡ്യുവൽ ഡ്രൈവറിലേക്ക് പോവുക, അതല്ലാന്നുണ്ടെങ്കിൽ റിയൽമി ബഡ്സ് 2ലേക്ക് പോവുക. അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യേണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ റിയൽമി ബഡ്സ് 2 വാങ്ങിക്കുന്നതാണോ അല്ല MI ഡ്യുവൽ ഡ്രൈവർ വാങ്ങിക്കുന്നതാണോ എന്നുള്ളൊരു എന്താ പറയുക ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഇല്ലാണ്ടായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.